നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 6 പാവ് ബൺ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 6 ബോണ്ട എടുത്തിട്ടുണ്ട്, കുറച്ച് സേവ് എടുത്തിട്ടുണ്ട്, ഒരു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് റെഡ് ചട്നി എടുക്കാം, അതുപോലെ തന്നെ റെഡ് ചട്നി പൊടി ഉണ്ടല്ലോ അതും എടുക്കാം. ഞാൻ നേരത്തെ റെഡ് ചട്നി പൊടി ഉപയോഗിച്ചിട്ടുള്ള വടാപാവ് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോണ്ട ഉണ്ടാക്കുമ്പോൾ ബോണ്ടയുടെ മാവ് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുക്കുന്ന രീതിയാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നീതാസ് ടേസ്റ്റ്ലാൻഡ് വടാപാവ് എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ വടാപാവിൻ്റെ റെസിപ്പി കിട്ടും. അപ്പോൾ ആ റെഡ് ചട്നി പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള റെസിപ്പി കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാവ് ബണ്ണ് ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ്. ഈ സമയത്ത് തന്നെ ഞാൻ ഇതാ പച്ചമുളക് ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 പച്ചമുളകാണ് വഴറ്റിയെടുത്ത് വെച്ചിട്ടുള്ളത്. ഞാനിത് മുഴുവനും ഉണ്ടാക്കുന്നില്ല, ഒരു 3 എണ്ണം ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ 3 പച്ചമുളക് വഴറ്റിയെടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം നമ്മുടെ ബണ്ണൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ബൺ നടുക്ക് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. വിടിയിക്കരുത്, ഒരു 1/4 ഭാഗം കട്ട് ചെയ്തെടുക്കുക. നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് വിടർത്തി പിടിക്കുക. ഈ അടിഭാഗത്തേക്ക് ഞാനിപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, ഗ്രീൻ ചട്നി ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്രീൻ ചട്നിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഗ്രീൻ ചട്നിയുടെ റെസിപ്പി ഒന്നും പറയാതിരിക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് നമ്മുടെ റെഡ് ചട്നിയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ 2 ചട്നിയും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബോണ്ട ഒന്ന് പതുക്കെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. പതുക്കെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു പച്ചമുളകും കുറച്ച് സേവ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈസി ഹോം മെയ്ഡ് വടാപ്പാവ് റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ബോണ്ട ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെ കുറച്ച് പാവ് ബൺ, നമ്മുടെ പാവ് ബൺ തന്നെയാണെന്നില്ല, സാധാരണ ബണ്ണാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കുട്ടികൾ എൻജോയ് ചെയ്ത് കഴിക്കും. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നല്ല ഫില്ലിംഗ് ആയിരിക്കും. ബണ്ണും അതുപോലെ തന്നെ പൊട്ടറ്റോ ബോണ്ടയും കൂടി ആകുമ്പോൾ അധികം സ്പൈസി അല്ലാത്ത ചട്നി. അപ്പോൾ നമ്മുടെ ചില്ലി ചട്നിക്ക് പകരം ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്താലും മതി കുട്ടികൾക്ക് കൊടുക്കാനാവുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം റെഡി ആക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.